KSFക്ക് സ്വർണ്ണപ്പണയ വായ്പയിൽ സർവകാല റെക്കോർഡ്. ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ ഏൽക്കുന്ന സമയത്ത് 2500 കോടി മാത്രമായിരുന്ന സ്വർണ്ണപ്പണയ വായ്പ 10,000 കോടിയിലേക്ക് ഉയർന്നു. കൊല്ലത്തെ എന്റെ കേരളം ഭവനിൽ KSFയുടെ സ്റ്റാൾ ചെയർമാൻ കെ വരദരാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. 45 ലക്ഷം ഗുണഭോക്താക്കൾ ഉള്ള കേരള സർക്കാരിന്റെ സ്വന്തം സാമ്പത്തിക സ്ഥാപനമായ KSF കേരളീയരുടെയും പ്രവാസി മലയാളികളുടെയും അഭിമാനമായി മാറി. ഒന്നാം പിണറായി സർക്കാർ അധികാരമേൽക്കുന്ന സമയത്ത് 2500 കോടി മാത്രമായിരുന്ന സ്വർണ്ണപ്പണയ വായ്പ 10,000 കോടിയിലേക്ക് ഉയർന്നു. എന്നു മാത്രമല്ല 1 ലക്ഷം കോടിയുടെ വാർഷിക വിറ്റുവരവിലേക്ക് ഈ വർഷം എത്തുമെന്ന് ചെയർമാൻ കെ വരദരാജൻ പറഞ്ഞു. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ, ഒന്നാം പിണറായി വിജയൻ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ 2500 കോടി രൂപയുടെ മാത്രം സ്വർണ്ണപ്പണയ വായ്പ ഉണ്ടായിരുന്ന സ്ഥലത്താണ് നമ്മളിതിൽ 10,000 കോടിയിലേക്ക് നമുക്ക് വർദ്ധിപ്പിക്കാനായത്. നമ്മുടെ പ്രഖ്യാപിതമായ ലക്ഷ്യങ്ങൾ എല്ലാം പൂർത്തീകരിക്കാൻ കഴിയത്തക്ക തരത്തിൽ തന്നെ KSF മുന്നോട്ട് പോവുകയാണ്. അതിൽ KSFയിലെ ജീവനക്കാരുടെ സംഭാവന വളരെ വലുതാണ് എന്ന കാര്യം അവിതർക്കിതമായി എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. 796 ശാഖകളിലായി 8,300 ജീവനക്കാർ. ഇതിൽ പകുതിയും നിയമിച്ചത് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത്. 6,000 ഏജന്റുമാരും പ്രൊമോട്ടർമാരും വേറെ. പ്രവാസികൾക്കായി ഡിജിറ്റൽ സെന്റർ തിരുവനന്തപുരത്ത് പ്രവർത്തനം തുടരുന്നു. ചിട്ടി അംഗങ്ങളിലെ ഭാഗ്യശാലികൾക്ക് സീസൺ 2-ൽ 100 പേർക്ക് സിംഗപ്പൂരിലേക്ക് വിനോദയാത്രയും കൂടാതെ മറ്റ് സമ്മാന പദ്ധതികളും നടപ്പിലാക്കുന്നു. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.